നമസ്തേ. ജയ് ശ്രീറാം, ജയ് ഹനുമാൻ. നമ്മുടെ ഹനുമാൻ ചാലീസ ക്ലാസ്സിന്റെ 5ാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ ക്ലാസ് മുതൽ ഞാൻ എല്ലാ ക്ലാസ്സിലും വളരെ സന്തോഷത്തോടുകൂടി ഇൻട്രസ്റ്റോടുകൂടിയും പങ്കെടുത്തു. ഞാൻ സൺഡേസ് നോക്കിയിരിക്കുകയാണ് ക്ലാസ്, ഹനുമാൻ ചാലീസ ക്ലാസ് കേൾക്കാൻ വേണ്ടി. പല പല ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഹനുമാൻ ചാലീസ വർഷങ്ങളായിട്ട് വായിക്കുകയും അതിന്റെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള പെരിഫറൽ മീനിങ് നല്ലതുപോലെ അറിയുകയും എല്ലാം ചെയ്യാം. പക്ഷേ അതുപോലെ രാമായണം ഞാനാണെങ്കിൽ അധ്യാത്മ രാമായണം മാത്രമേ വായിച്ചിട്ടുള്ളൂ. അതും കൂടുതൽ ഈ കർക്കിടക മാസത്തിലെ ഒരു വായനയാണ്. അപ്പോൾ അതിനകത്തെ കാര്യങ്ങളും ഒക്കെ അറിയാം. വാത്മീകി രാമായണം അത്ര ഇതായിട്ട് അറിയത്തില്ല, രാമചരിത്രം ഉടനെ അറിയത്തില്ല. കൂടുതലും രാമചരിതാനുസത്തിലെ കഥകളെ ആസ്പദമാക്കി ശ്രീനിവാസൻ സാർ നടത്തുന്ന ഈ സപര്യ എത്രത്തോളം മഹത്തരമാണെന്ന് എനിക്ക് ഇങ്ങനൊന്നും സംസാരിക്കാൻ അറിയാത്തത് കൊണ്ട് വാക്കുകളില്ല. ഇത് കേൾക്കാനും ഇതിനകത്ത് പങ്കെടുക്കാനും ഞങ്ങൾക്ക് കിട്ടിയ ഒരു പുണ്യമായിട്ട് അത് ശ്രീരാമചന്ദ്രസ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് സാറിന്റെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും വളരെ ഇൻട്രസ്റ്റോടുകൂടി അത് കേൾക്കാനും മനസ്സിലാക്കാനും ആസ്വദിക്കാനും കഴിയുന്നത്. സാർ, വെൽക്കം ടു ദ 5th ക്ലാസ് ഓഫ് ഹനുമാൻ ചാലീസ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വർക്ക്. താങ്ക് യു വെരി മച്ച്. ജയ് ശ്രീറാം. ജയ് ശ്രീറാം. ഇന്ന് മായ ടീച്ചർ പറഞ്ഞതുപോലെ നമ്മൾ 5ാമത്തെ ക്ലാസ്സിലോട്ട് പ്രവേശിക്കുകയാണ്, 5ാമത്തെ സെഷൻ. ആദ്യമായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഗുരുവന്ദനം എല്ലാം ചെയ്ത് തുടങ്ങാം. ജയ് ശ്രീറാം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം ഗം ഗണപതേ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. വെള്ളപ്പളും കുനിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്കൻ ഉള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീ നീ. ഓം സം സരസ്വത്യേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അതുലിത ബലധാമം ഹേമശൈലാപദേഹം ധനുജവനകൃശാനം ജ്ഞാനിനാമഗ്രഗണ്യം സകല ഗുണനിധാനം വാനരാണാമധീശം രഘുപതി പ്രിയഭക്തം വാദജാതം നമാമി. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഓം ആഞ്ജനേയ ഭഗവാൻ കീ ജയ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹനുമാൻ ചാലീസയിലോട്ട് പ്രവേശിക്കാൻ വേണ്ടി ശ്ലോകങ്ങൾ ചൊല്ലാൻ ശ്രീ സുരേഷ് മേനോനെ ക്ഷണിച്ചുകൊള്ളുന്നു. സുരേഷ് മേനോൻ, അൺമ്യൂട്ട് ചെയ്തോളൂ. ജയ് ശ്രീറാം. ജയ് ശ്രീറാം. ശ്രീ ഗുരു ചരണ സരോജരജ നിജ മന മുകുര തുതാരി ഭരണൗ രഘുബര വിമല യശ ജോദായക ഫലചാരി ബുദ്ധിഹീന തനുജാൻ കൈ സുമിരൗ പവന കുമാര ബല ബുദ്ധി വിദ്യാ ദേഹു മോഹി ഹരഹു കലേശ വികാര. ശ്ലോകം 10 മുതൽ.
लाय संजीवन लखन जियाए, श्री रघुबीर हर शियुर लाए। रघुपति की नहीं बहुत बड़ाई, तुम मम प्रिय भरदहि सम भाई। सहस वदन तुम्हारो यश गावै, अस कहि श्रीपति कंठ लगावै। सनकादिक ब्रह्मादि मुनीषा, नारद शारद सहित अहीशा। यम कुबेर दिगबाल जहांते, कवि गोविद कहि सके कहांते। तुम उपकार सुग्रीवहि कीन्हा, राम मिलाय राजपद दीन्हा। तुम्हरो मंद्र विभीषण माना, लंकेश्वर भये सब जग जाना। युग सहस्र योजन पर भानु, लील्योता की मधुर फल जानु। प्रभु मुद्रिका मेली मुख माही, जलधि लांघि गए अचरज नाही। दुर्गम काज जगत के जेते, सुगम अनुग्रह तुम हरि देते। जय श्रीराम. ജയ് ശ്രീരാം. ഖമജ് രാഗത്തില് മിശ്ര ഖമജ് വളരെയധികം റേഞ്ചുള്ള ഒരു രാഗമാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ. ആ രാഗത്തിലാണ് തുളസിദാസ് ഈ കവിത അല്ലെങ്കിൽ ഈ ഹനുമാൻ ചാലീസ എന്നുള്ള ഈ അമൂല്യ സൃഷ്ടി രചിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് വളരെ മനോഹരമായിട്ട് സംഗീതാത്മകമായി പാടാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ലോകത്തില് ഇന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്ന കീർത്തനങ്ങളില്, ദിവസേന ജപിച്ചുകൊണ്ടിരിക്കുന്ന കീർത്തനങ്ങളില് ഏറ്റവും കൂടുതൽ ഒരു ദിവസം ജപിക്കുന്ന കീർത്തനം ലോകത്തിലെ ഏത് ഭാഷ എടുത്താലും അത് ഹനുമാൻ ചാലീസയാണ്. അതിന്റെ പ്രത്യക്ഷമായിട്ടുള്ള ശക്തി നമ്മൾ കണ്ടു കഴിഞ്ഞു. അപാര ശക്തിയാണ് ഹനുമാൻ ചാലീസയ്ക്ക്. അത് വിശ്വസിച്ച് നമ്മൾ അതിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ എന്ത് നമുക്ക് വേണ്ടി നമ്മൾ ആലോചിച്ചോ അത് തന്ന് നമ്മളെ മറുകര കടത്തിക്കും എന്നുള്ളതാണ് ഇത്രയും നമ്മൾ ഹനുമാന്റെ സ്തുതിഗീതങ്ങളിൽ കണ്ടത്. അതുപോലെ തന്നെ രാമചരിതമാനസം എന്ന ഭാരതത്തിലുടനീളം പ്രചുര പ്രചാരം നേടിയിട്ടുള്ള രാമായണം, ആ രാമായണത്തിന്റെ ഒരു മിനിയേച്ചറാണ് ഈ ഹനുമാൻ ചാലീസ. അപ്പോ ഇത് വാൽമീകി രാമായണം തന്നെയാണ്, പക്ഷെ കുറച്ച് അതിനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രം. അവിടെ ഗോസ്വാമി തുളസിദാസ് സ്വയം ഒരു കവിയായി മാറി. ശ്രീരാമനും ലക്ഷ്മണനും ഹനുമാനും ഒക്കെ സ്വയമായി മാറി അദ്ദേഹം നമുക്ക് അത് കാണിച്ചു തരികയാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലൂടെ. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും സവിശേഷമായിട്ടുള്ള ഒരു ആകർഷണീയത ഈ ഹനുമാൻ ചാലീസയ്ക്കുള്ളത്. അപ്പോൾ നമുക്ക് അധികം സമയം പാഴാക്കാതെ ശ്ലോകത്തിലോട്ട് കടക്കാം. 10ാമത്തെ ശ്ലോകത്തിലാണ് നമ്മൾ നിർത്തിയത്. 9ഉം 10ഉം ശ്ലോകങ്ങള് सूक्ष्म रूप धरि सियहि दिखावा, बिगड़ रूप धरि लंग जरावा, भीम रूप धरि असुर संहारे, रामचंद्र के काज सवारे. അപ്പൊ ഭീമരൂപത്തിൽ നിൽക്കുന്ന ഹനുമാനെ നമ്മൾ ആ ചടുലതയോടുകൂടി തന്നെ അവതരിപ്പിക്കാം. ഭീമരൂപ ധരി അസുര സംഹാരേ, രാമചന്ദ്ര കെ കാജ് സവാരേ. എന്താണ് ഇവിടെ ഭീമരൂപം? നമ്മൾ കണ്ടു ഭീമരൂപത്തിന്റെ പ്രത്യേകതയൊക്കെ കഴിഞ്ഞ ശ്ലോകത്തില്. എന്നാലും ഒരു തുടർച്ചയ്ക്ക് വേണ്ടി ഭീമരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വികാരങ്ങളെ നശിപ്പിക്കാനുള്ള സാധകന്റെ, ആ സാധകനായിട്ടുള്ള ഭക്തന്റെ ദൃഢനിശ്ചയമാണ് ഇവിടെ പരാർത്ഥത്തില് അല്ലെങ്കിൽ ആത്മീയമായ അർത്ഥത്തില് ഈ ഭീമരൂപം. അപ്പോ നമ്മളുടെ തന്നെ ചേതനകളെ ജാഗൃതാക്കിയിട്ട് രാമനാമം എന്ന് കേൾക്കുമ്പോൾ മാത്രമാണ് ഹനുമാൻ ഭീമാകാരിയാകുന്നത്, ഹനുമാന്റെ ശക്തനാകുന്നത്. ജാംബവാൻ പലതരത്തിലും ഹനുമാനെ പ്രാർത്ഥിക്കുന്നു,
പറയുന്നു, നീ പവനസുതനാണ്, പവനതനയനാണ്, പവന ശക്തിയുള്ളവനാണ്, അതിബലവാനാണ്. അപ്പോഴൊന്നും ഹനുമാൻ അനങ്ങുന്നില്ല. ഹനുമാൻ ഭീമരൂപം പ്രാപിക്കുന്ന ചില രംഗങ്ങൾ രാമായണത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, ലങ്കയെ സമുദ്ര ലംഘനം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഹനുമാൻ ഭീമാകാരനാണ്. അത് കഴിഞ്ഞ് ലങ്കയെ നശിപ്പിച്ച് അഗ്നിക്കിരയാക്കി രാക്ഷസരെ മുഴുവൻ കൊല്ലുന്ന ആ ഒരു രംഗം, അവിടെ ഭീമാകാരനാണ്. ഇനി മൃതസഞ്ജീവനി കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന ഹനുമാൻ ഭീമാകാരനാണ്. അങ്ങനെ പല രംഗങ്ങളിലും നമ്മൾ ഭീമാകാരനായിട്ടുള്ള ഹനുമാനെ കാണുന്നുണ്ട്. അതേ ഹനുമാനാണ് സൂക്ഷ്മരൂപിയായിട്ട് സീതാദേവിക്ക് ദർശനം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭീമാകാരം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോ സദ്ഗുണങ്ങളുള്ള ഒരു സദസ്സിൽ എത്തുന്നു, അല്ലെങ്കിൽ ഭഗവത് സന്നിധിയിൽ എത്തുന്നു, അപ്പോൾ നമ്മൾ സൂക്ഷ്മരൂപിയാവണം. നമ്മളുടെ അഹത്തെ മുഴുവൻ നമ്മൾ ജയിക്കണം. അതാണ് ഹനുമാൻ ചാലിസയിലൂടെ തുളസിദാസ്ജി നമുക്ക് പറഞ്ഞു തരുന്നത്. അതിന്റെ അർത്ഥം മാത്രം നമ്മൾ നോക്കി ഭീമരൂപധരി അസുസംഹാരെ, എല്ലാ അസുര ഗണങ്ങളെയും അസുര ഗുണങ്ങളെയും സംഹരിക്കാനുള്ള ഭീമശക്തി നിങ്ങൾ ആർജിക്കണം. എപ്പോഴാണോ ദൈവികത നശിക്കുന്നത് അവിടെ നിങ്ങൾ ഭീമരൂപിയാകണം. സ്വന്തം മനസ്സിനെ ജയിക്കാനും അതുപോലെ തന്നെ സനാതന ധർമ്മത്തെ നിലനിർത്താനും രണ്ട് സ്ഥലത്ത് നിങ്ങളാവണം. അതുപോലെ എവിടെയാണോ ദൈവികതയുള്ളത് അവിടെ നമ്മൾ സൂക്ഷ്മരൂപിയാവണം എന്നുള്ള വളരെ പ്രധാനമായിട്ടുള്ള ഒരു അർത്ഥമാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോ വികാരങ്ങളെ നശിപ്പിക്കാനുള്ള സാധകന്റെ ദൃഢനിശ്ചയത്തെയാണ് നമ്മൾ ഹനുമാന്റെ ഭീമരൂപമായിട്ട് ഇവിടെ കാണുന്നത്. അപ്പൊ എപ്പോഴും ഹനുമാൻ വലുതാവും, ചെറുതാവും, തോൽക്കും, ജയിക്കും, എല്ലാം ചെയ്യും. എന്താണ് രാമചന്ദ്രക്ക് കാജ് സവാരി? എന്താണ് അന്തിമമായ ലക്ഷ്യം? രാമചന്ദ്ര ഭഗവാന്റെ കാര്യങ്ങൾ സാധിക്കുക. അപ്പോ ഭക്തനെ ഭഗവാന്റെ അടുത്ത് എത്തിക്കാനുള്ള കാര്യമാണ് ഏറ്റവും വലിയ കാര്യം. ബാക്കി എല്ലാം ഭഗവാന് തന്നെ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ഗുരുവാണ് ഇവിടെ ഹനുമാൻ. നമുക്കൊക്കെ പ്രത്യക്ഷമായിട്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു ഗുരുവായിട്ട് ഹനുമാനെ കാണണം. ആ ഹനുമാനാണ് സാധകനെ അല്ലെങ്കിൽ ഭക്തനെ ഭഗവാന്റെ അടുത്ത് എത്തിക്കുന്നത്. അതാണ് ഏറ്റവും മഹത്തായ കാര്യം. അതാണ് രാമചന്ദ്രക്ക് കാജ് സവാരെ. രാമചന്ദ്രന്റെ എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്ന, നമുക്ക് വേണ്ടി നമ്മളെ ഭഗവത് പാദത്തോട് അടുപ്പിക്കുന്ന ആ അനുമർ ശക്തിയെ പ്രണമിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ ആരംഭിക്കുകയാണ്. അടുത്ത ശ്ലോകം. ലായ സജീവൻ ലഖൻ ജിയായേ, ശ്രീ രഘുവീർ ഹർഷി ഉർ ലായേ. लाय सजीवन लखन जियाए, श्री रघुवीर हर्षि उर लाए. ലായ കൊണ്ടുവന്നു, സജീവൻ, സജീവനി എന്ന് പറഞ്ഞാൽ സഞ്ജീവനി കൊണ്ടുവന്നു. ആരെ ജീവിപ്പിക്കാൻ? ലഖൻ എന്ന് പറഞ്ഞാൽ അവധി ഭാഷയിലെ ലക്ഷ്മണനെ ലഖൻ എന്ന് പറയും. ലായ സജീവൻ ലഖൻ ജിയായേ, ശ്രീ രഘുവീർ ഹർഷി ഉർ ലായേ. ശ്രീ രഘുവീർ എന്ത് ചെയ്തു? ഹർഷത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, ഉരുലായേ, ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഹനുമാനെ ആലിംഗനം ചെയ്യുന്നു. അതാണ് അടുത്ത ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി ഈ അർത്ഥത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് വലിയ ഒരു നീതി വാക്യം പോലെ വളരെ ശക്തമായിട്ടുള്ള ഒരർത്ഥം തരുന്ന ഒരു ശ്ലോകമാണ് ഈ ലായ് സജീവൻ ലഖൻജിയായ. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ വധിക്കാൻ വേണ്ടി രാമചന്ദ്രന്റെ അനുവാദം വാങ്ങി, ജ്യേഷ്ഠന്റെ അനുവാദം വാങ്ങിയിട്ട് ഞാൻ പോവുകയാണ്, എന്നെ അതിന് അനുവദിക്കണം എന്ന് പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ അനുവാദം വാങ്ങി പോകുന്ന ലക്ഷ്മണൻ ഇന്ദ്രജിത്തിന്റെ ശക്തി എന്നുള്ള അതിശക്തമായ അമ്പ് പ്രയോഗിക്കേണ്ടി വന്നു. അത് പ്രയോഗിച്ചിട്ട് മൂർച്ഛിതനായി വീഴുകയാണ്. അതിനുശേഷം രാമചന്ദ്ര ഭഗവാന്റെ ആശീർവാദം മേടിച്ച് ആ പാദത്തിൽ നമസ്കരിച്ചിട്ട് വീണ്ടും പോകുന്നുണ്ട്. അതിനുശേഷം അപ്പോ മേഘനാഥന്റെ വധം ലക്ഷ്മണൻ നടത്തും. അപ്പോ ഇന്ന് മനസ്സിലാക്കാനുള്ള എന്താണ്? ഒരേ ലക്ഷ്മണൻ, ഒരേ എതിരാളി, എന്നിട്ടും എപ്പോഴാണോ ലക്ഷ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ലക്ഷ്യോന്മുഖി മൻ ആണ് ലക്ഷ്മണൻ. ലക്ഷ്യോന്മുഖി മൻ എന്നാണ് തുളസീദാസ് തന്നെ പറയുന്നത് ലക്ഷ്മണനെ. അപ്പൊ ലക്ഷ്യബോധത്തോടു കൂടിയുള്ള മനസ്സാണ് ലക്ഷ്മണൻ. അതേ സമയത്തോ ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രനെ ജയിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇന്ദ്രിയങ്ങളെയും ജയിച്ച്. അപ്പോ നമ്മുടെ ഒരു സങ്കല്പത്തിൽ നമ്മൾ ഇതെടുക്കുകയാണെങ്കിൽ ഇന്ദ്രനെ ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ജയിക്കുന്ന ഒരാള് ശരിക്കും ഏറ്റവും നല്ലവനായി തീരണം. ഇന്ദ്രിയങ്ങളോട് എന്ന് തോൽക്കുന്നു അന്നാണ് അസുരിക ശക്തികളെ ഇന്ദ്രനെ തോൽപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആസുരിക ശക്തി ഉപയോഗിച്ചിട്ടാണ് ഇന്ദ്രനെ തോൽപ്പിക്കുന്നത്. അപ്പോ കാമനകളുടെ അല്ലെങ്കിൽ കാമത്തിന്റെ പ്രതിരൂപമാണ് ഇന്ദ്രജിത്ത്. അങ്ങനെ ക്രോധത്തോടു കൂടി ലക്ഷ്മണൻ അതിക്രുദ്ധനായിട്ട് ആദ്യം അനുവാദം ചോദിച്ചു പോവുകയാണ്. പരമാത്മാവിന്റെ അടുത്തുനിന്ന് അനുവാദം ചോദിച്ചു പോവുകയാണ്, എങ്ങനെ ക്രുദ്ധനായിട്ടുള്ളത്. അപ്പോ ക്രോധത്തിന് ഒരിക്കലും മേഘനാഥനെ വധിക്കാൻ പറ്റില്ല. ഇന്ദ്രനെ വധിക്കാൻ ഒരിക്കലും ക്രോധപൂർവമുള്ള ആ ശക്തിക്ക് പറ്റില്ല. കാരണം വികാരം ഒരിക്കലും ക്രോധത്തെ എന്താ പറയുക നശിപ്പിക്കാൻ സാധിക്കില്ല. ബോധത്തിനെയാണ് വികാരങ്ങളെ നശിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇന്ദ്രജിത്ത് വികാരങ്ങളുടെ അല്ലെങ്കിൽ കാമനകളുടെ പര്യായമാണ് ഇവിടെ. ആൻഡ് ക്രോധിതനായിട്ടുള്ള ലക്ഷ്മണൻ ക്രോധത്തിന് ഒരിക്കലും കാമ ക്രോധ ലോഭ മോഹ സൈന്യങ്ങളാണ് ഈ വികാരങ്ങൾ. നമ്മൾ ആദ്യമേ കണ്ടു കഴിഞ്ഞു 6 വികാരങ്ങൾ. അപ്പോ ക്രുദ്ധനായിട്ടുള്ള ഇദ്ദേഹത്തിന് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. എന്ത് വേണം? ഭഗവത് കാരുണ്യം വേണം. ക്രോധമായുള്ള മനസ്സിലെ ഒരിക്കലും നിങ്ങൾക്ക് വികാരങ്ങളെ ജയിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു മഹത്തായ ഒരു സന്ദേശം കൂടിയാണ് ഈ ലക്ഷ്മണന്റെ മൂർച്ഛിതനായിട്ട് ബോധം കെട്ട് വീഴുന്ന ആ ശ്ലോകത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് രാമചരിതമാനസത്തിൽ. അപ്പോ സഞ്ജീവനി കൊണ്ടുവരാൻ പോണം. അപ്പൊ 2ാമത്തെ പ്രാവശ്യം പോകുമ്പോൾ അദ്ദേഹം ജയിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ലക്ഷ്യോന്മുഖനായിട്ട് ഭഗവത് പാദങ്ങളിൽ സ്വയം സമർപ്പിച്ചിട്ട് ശാന്തചിത്തനായി പോയിട്ട് ഇന്ദ്രിയങ്ങളെ ജയിച്ചിട്ടുള്ള എന്താ പറയുക ക്രോധം കൊണ്ടും അതുപോലെ തന്നെ വികാരങ്ങളെ കൊണ്ടും ജയിച്ചിട്ടുള്ള ആ ഇന്ദ്രജിത്തിനെ വധിച്ച കാമനകളുടെ പാത്രീഭൂതനായി നിൽക്കുന്ന അദ്ദേഹത്തെ വധിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നതാണ് ലക്ഷ്മണന്. അപ്പോ ഇവിടെ നമ്മൾ പറയുന്നത് സാധകന്റെ മനസ്സിനെ കാമനകളെ മൂർച്ഛിതമാക്കും, പക്ഷെ നശിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ 2ാമത്തെ പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം വീണപ്പോഴും ലക്ഷ്മണനെ വധിക്കാൻ പറ്റിയില്ല. കാരണം ലക്ഷ്മണൻ രാമചന്ദ്രന്റെ പാദസേവ ചെയ്യുന്ന ഈ നമുക്ക് എല്ലാവിധ ഉദാഹരണങ്ങളും കാണിച്ചു തരുന്ന ഉത്തമനായ പാദസേവകനാണ് ഇവിടെ ലക്ഷ്മണൻ. അപ്പോ അത് ഒരു സാധകൻ തന്നെയാണ്. ഭഗവത് സാധന ചെയ്യുന്ന ഒരു ഉത്തമമായ സാധകനാണ് ആര്? ലക്ഷ്മണൻ. ആ ലക്ഷ്മണന്റെ മനസ്സിനെ നമ്മളുടെ ഒക്കെ മനസ്സിനെ സാധന ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കാമനകളെ ഇന്ദ്രജിത്താകുന്ന കാമനകളുടെ അസ്ത്രങ്ങള് അതിനെ മൂർച്ഛിതനാക്കാനേ പറ്റുള്ളൂ, നശിപ്പിക്കാൻ ഒരിക്കലും പറ്റില്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കൂ, എത്ര നല്ല സങ്കല്പമാണ് ഇവിടെയാണ്. അങ്ങനെയുള്ള ആ മൂർച്ഛിതനായ ആ മനസ്സിനെ വീണ്ടും അതിനെ ഉത്തേജിപ്പിക്കാൻ ആർക്കാണ് പറ്റുള്ളൂ? അവിടെയാണ് ഹനുമാൻ സ്വാമിയുടെ, ഒരു ഗുരുവിന്റെ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ ഏറ്റവും വലിയ കഴിവ് നമ്മൾ കാണുന്നത്. മൂർച്ഛിതനായ ഹനുമാൻ സ്വാമി പെട്ടെന്ന് പോയി ലക്ഷ്മണനെ എടുക്കുകയാണ്. ഈ മൂർച്ഛിതനായി കിടക്കുന്ന കാമനകളുടെ അമ്പേറ്റിൽ മൂർച്ഛിതനായ ലക്ഷ്മണനെ എടുത്തിട്ട് തൻ്റെ മടിയിൽ വെക്കുകയാണ്. അപ്പൊ ആ ഗുരുവിന് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് മടിയിൽ വെച്ചതിന് ശേഷം അടുത്ത രംഗം നമ്മൾ കാണുകയാണ്. വൈകുന്നേരം വരെ ലക്ഷ്മണനെ കാണാതെ രാമൻ ബ്രഹ്മാവിനെയും അതുപോലെ തന്നെ ദിക്പാലകന്മാരെയും ഒക്കെ വിളിച്ച് കരയുന്ന രംഗമാണ്. എവിടെ പോയി എൻ്റെ ലക്ഷ്മണൻ? അങ്ങനെ അദ്ദേഹം വിളിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ മടിയിലോട്ട് ഈ ലക്ഷ്മണന്റെ തല വെച്ചു കൊടുത്ത് ഹനുമാൻ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ മടിയിലോട്ട് ലക്ഷ്മണനെ വെക്കുന്നത്. അപ്പോ മൂർച്ഛിതനായ മനസ്സിനെ അല്ലെങ്കിൽ വിഷമിച്ച് കിടക്കുന്ന നിങ്ങളുടെ മനസ്സിനെ ഗുരു പൊക്കിയെടുത്തിട്ട് സ്വയം എടുക്കുക മാത്രമല്ല ഭഗവത് സന്നിധിയിൽ എത്തിക്കുക കൂടി ചെയ്യും എന്നുള്ളതാണ് ഈ ഹനുമാൻ ചാലീസയിലൂടെ നമുക്ക് ഹനുമാനെ ഭജിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഏറ്റവും വലിയ കാരുണ്യം എന്ന് മനസ്സിലാക്കി തരികയാണ് ഗോസ്വാമി തുളസീദാസ് ഇവിടെ. അപ്പോ അങ്ങനെ ഈ രാമന്റെ രോദനം കേട്ടിട്ട് വളരെ ഇതായിട്ട് വ്യാപക ബ്രഹ്മ അജിത് ഭുവനേശ്വർ ലക്ഷ്മൺ കഹാ എന്ന് പറയുമ്പോഴാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അത് കാണുമ്പോ
അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്നും വളരെ എന്താ പറയുക, ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു രംഗമാണത് രാമചരിതമാനസത്തിലെയും വാൽമീകി രാമായണത്തിലെയും. അങ്ങനെ ആ ലക്ഷ്മണനെ കണ്ട് രാമൻ കരഞ്ഞു പറയാണ്, എന്നും എന്നെ മുന്നിൽ നടത്തിയിട്ട് എല്ലാ ദുഃഖങ്ങളും നീ എടുത്തു, എല്ലാ സുഖങ്ങളും എനിക്ക് തന്ന ദുഃഖങ്ങളെ നീ എടുത്തു, എല്ലാവിധ കല്ലും മുള്ളുകളും നീ മാറ്റിയിട്ട് എന്നെ മുന്നില് നല്ല വഴിയിലൂടെ നടത്തി. എല്ലാം ഞാനാണ് മുന്നില്. ഇന്ന് മൃത്യുലോകത്തിൽ പോവാൻ നിൽക്കുമ്പോ നീ എന്തുകൊണ്ടാണ് ആദ്യം പോകുന്നത്? അത് ഞാൻ സമ്മതിക്കില്ല. നീ ഇല്ലാതെ എനിക്ക് പോവാൻ പറ്റില്ല. സുഗ്രീവൻ പോവും, അതുപോലെ തന്നെ ഓരോരുത്തർക്കും അവനവന്റെ അടുത്ത് പോവാം. നീ ഇല്ലാതെ ഞാൻ എങ്ങോട്ട് പോകുന്നു? കാരണം ബഹിഷ്കര പ്രാണനാണ് ആര്? രാമന്റെ ലക്ഷ്മണൻ. ശ്രീരാമന്റെ ബഹിഷ്കര പ്രാണൻ തന്നെയാണ്, ഒരു നിഴലാണ് ലക്ഷ്മണൻ. അപ്പൊ ചോദിക്കുകയാണ്, സുമിത്ര മാതാവിനോട് ഞാൻ എന്ത് ഉത്തരം പറയും? എൻ്റെ കൂടെ ഒരു നിഴലായി കൊണ്ടു നടക്കണം എന്ന് പറഞ്ഞ് വന്ന് എല്ലാം ഞാൻ സഹിക്കാം, എനിക്ക് ഇനി ലങ്കയും വേണ്ട, സീതാജിയും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ലക്ഷ്മണന്റെ കൂടെ പോവുകയാണ് എന്ന് പറയാണ്. അതാണ് രാമന്റെ അയനം. ഒരു മനുഷ്യനായ ഭഗവാൻ ഒരു മനുഷ്യനായി ജീവിച്ച് മനുഷ്യന്റെ എല്ലാവിധ വികാര വിചാരങ്ങളും പ്രദർശിപ്പിച്ചിട്ടും തന്റെ ബോധവും തന്റെ ധർമ്മവും വെടിയാത്ത ആ രാമചന്ദ്ര ഭഗവാനാണ് ഇവിടെ തുളസിദാസ് നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ അതിനുശേഷം ഇത് കാണുമ്പോഴാണ് രാമചന്ദ്രക്ക് കാജ് സവാരെ, എനിക്ക് എന്തും കാണാൻ പറ്റും ഭഗവാനെ ശ്രീരാമചന്ദ്ര, അങ്ങയുടെ കണ്ണുനീര് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഹനുമാൻ അവിടെ ഭീമാകാരനായി മാറുകയാണ്. എന്നിട്ട് പറയാണ്, അമൃത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മരിച്ചു കിടക്കുന്ന, അല്ലെങ്കിൽ മൂർച്ഛിതനായി കിടക്കുന്ന, മരിച്ചിട്ടില്ല, ഇദ്ദേഹത്തെ ബോധവാനാക്കാം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചന്ദ്രനിലാണ് അമൃതിരിക്കുന്നത്, ശീതാംശുവായിട്ടുള്ള ചന്ദ്രനിലാണ് അമൃതിരിക്കുന്നത്. എങ്കിൽ ഞാനിതാ പോകുന്നു ആ ചന്ദ്രബിംബത്തെ. ആ ശ്ലോകങ്ങളൊക്കെ രാമചരിതമാനസത്തിൽ വളരെ മനോഹരമായ ശ്ലോകങ്ങളാണ്. രാമചന്ദ്രത്തെ ഒരു തുണി, ചന്ദ്രബിംബത്തെ ഒരു തുണി പിഴിയുന്നത് പോലെ ഞാൻ നിച്ചോടുക്കെ ഞാൻ അതിൽ നിന്നും വീഴുന്ന അമൃതധാര ഞാൻ ലക്ഷ്മണന്റെ എന്താ പറയാ, പിന്നെ നാവിലോട്ട് എത്തിച്ചു കൊടുത്ത് അദ്ദേഹത്തെ ബോധവാനാക്കാം. ദിക്പാലകന്മാരെ നോക്കിക്കൊള്ളിൻ, ഞാൻ പിഴിഞ്ഞെടുത്ത് ഇതാ ഞാൻ കൊണ്ടുവരുന്നു ഈ അമൃത ചന്ദ്രബിംബത്തെ എന്ന് പറയാണ്. പിന്നെ വീണ്ടും അദ്ദേഹം പറയാണ്, ഇനി പാതാളത്തില് നാഗങ്ങളുടെ മുകളിലാണ് അമൃത കുംഭം ഇരിക്കുന്നത് എന്ന ഒരു സങ്കല്പമുണ്ട്. ഞാൻ പാതാളത്തിലോട്ട് പോയി സകല നാഗങ്ങളെയും നിഷ്ഠൂരം വധിച്ച് ഞാനിതാ ഈ അമൃതകുംഭം എടുത്ത് അത് അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തിന്റെ ഈ അബോധാവസ്ഥ മാറ്റും എന്ന് ഹനുമാൻ പറയാണ്. മൂന്നാമത്തെ ഹനുമാന് മാത്രം പറയാൻ കഴിയുന്ന ഒരു വലിയ കാര്യമാണ്, മറ്റാർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത, ഒരു ഭഗവാന് പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാലനാണ് ഇദ്ദേഹത്തിന്റെ മൃത്യുവിന് കാരണമെങ്കിൽ ആ കാലനെ തന്നെ ഞാൻ ഇന്ന് നശിപ്പിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ രാമചന്ദ്ര ഭഗവാൻ പോലും നടുങ്ങുന്നു എന്നാണ് ഈ രംഗത്തില് തുളസിദാസ് പറയുന്നത്. കാരണം അത്രയും എന്താ പറയാ, ചടുലതയേറിയിട്ടുള്ള ഒരു ഇതാണ്. ആകാശത്തെ ജയിച്ച്, കാരണം ചന്ദ്രബിംബം ആകാശത്തിലാണ്, ആകാശത്തെ വെന്ന് ദേവകളെ മുഴുവൻ വെന്ന് ഞാൻ ഈ ചന്ദ്രനെ പിഴിഞ്ഞെടുത്ത് ഞാൻ അമൃതം കൊടുക്കും. അതുപോലെ തന്നെ പാതാള ലോകത്തിൽ പോയിട്ട് ഞാൻ നാഗലോകങ്ങളെ എല്ലാം നശിപ്പിച്ച് ഞാൻ അമൃത കുംഭം കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന് ബോധം തിരിച്ചു കൊടുക്കും. അതല്ലെങ്കിൽ ഈ മൃത്യു, മൃത്യു എന്താണ്, ജന്മമുള്ളത് ഈ ഭൂമിയിലാണ്, ഈ ഭൂമിയെ മുഴുവൻ ഞാൻ മൃത്യുവിൽ നിന്നും മോചിതനാക്കി മാറ്റും. അങ്ങനെ അത് കേൾക്കുമ്പോ പെട്ടെന്ന് വീണ്ടും നമ്മളുടെ ആരാണ് വരുന്നത്, ജാംബവാൻ വരികയാണ്. ജാംബവാൻ പറയാണ്, ഇതൊന്നും നീ ചെയ്യണ്ട, നീ പോയിട്ട് സുഷേണനെ കൊണ്ടുവരൂ. സുഖേൻ എന്നാണ് രാമചരിതമാനസത്തിൽ പറയുന്നത്. സുഷേണനെ കൊണ്ടുവരൂ, അദ്ദേഹമാണ് വൈദ്യൻ, അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം പറയുന്നത് പോലെ ചെയ്താൽ മതി എന്ന് പറയാണ്. അപ്പൊ ഹനുമാൻ വീണ്ടും പോകുന്നു. ഭീമരൂപിയായ ഹനുമാൻ സൂക്ഷ്മനായിട്ടാണ് എവിടേക്ക് പോകുന്നത്, സുഷേണനെ കൊണ്ടുവരാൻ. കാരണം സുഷേണൻ ആരാണ് ഇവിടെ? സദ്ഗുരു എന്നാണ് പറയുന്നത്. സദ്ഗുരു വൈദ്യ വചൻ വിശ്വാസ. കാരണം അദ്ദേഹത്തിന്റെ വചനങ്ങളിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പ്രാണൻ തിരിച്ചു കിട്ടും. സദ്ഗുരുവാണ്. അപ്പോ ഇവിടുത്തെ ഒരു വളരെ വിശിഷ്യമായിട്ടുള്ള ഒരു കാര്യം, ഒരു മർമ്മം ആലോചിച്ചു നോക്കൂ. എന്താണത്? ഭഗവാന്റെ അടുത്ത് തന്നെ ഇരിക്കുന്ന, അല്ലെങ്കിൽ മടിയിലിരിക്കുന്ന ലക്ഷ്മണൻ അബോധാവസ്ഥയെ പ്രാപിക്കുമ്പോൾ
വികാരങ്ങളുടെ വേലിയേറ്റത്തിലെ പ്രജ്ഞയറ്റ മനസ്സിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സദ്ഗുരുവായുള്ള ഒരു വൈദ്യൻ തന്നെ വേണം എന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രനും ഇവിടെ സമ്മതിക്കുകയാണ്. അപ്പോ ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ, തത്വങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ വികാരങ്ങളുടെ വേലിയേറ്റത്തില് പ്രജ്ഞയറ്റ മനുഷ്യനെ വീണ്ടും സുബോധത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു ഗുരു തന്നെ വേണം. ആദ്യം ആ ഗുരു ഹനുമാനായിരുന്നു, വീണ്ടും വൈദ്യൻ തന്നെ വേണം, ഗുരുവായ വൈദ്യൻ വേണം. അപ്പോൾ ഒരു ഗുരുവിന്റെ അടുത്ത് പോകുമ്പോൾ നിങ്ങളുടെ ശക്തി പ്രകടിപ്പിച്ചിട്ടല്ല പോണ്ടേ. അതാണ് ഹനുമാന്റെ വിവേചന ബുദ്ധി. പെട്ടെന്ന് ഒരു ചെറിയ രൂപം എടുത്ത് ഗുരുവിന്റെ അടുത്ത് പോകുന്നു. എന്നിട്ട് ഗുരു ഇരിക്കുന്ന പ്രദേശം മുഴുവൻ രാത്രിയാണ് പോകുന്നത്. കാരണം വേറൊരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അത് സഞ്ജീവനി എടുക്കാൻ പോകുന്നതാണ്. അപ്പൊ പറയാം, രാത്രി പോയി അപ്പോ അത് ഉറങ്ങുന്ന ഗുരുവിനെ അതുപോലെ ആ ഗൃഹത്തോടും പരിസരത്തോടും കൂടിയിട്ട് എടുത്തു കൊണ്ടുവരികയാണ്. എന്നിട്ട് നിഷ്പ്രയാസം നിമിഷങ്ങൾക്കുള്ളില് രാമചന്ദ്രന്റെ പാദങ്ങളിൽ വെക്കുകയാണ്. അപ്പൊ ചോദിക്കുകയാണ്, ഗുരു എവിടെ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, ഈ വീടിന്റെ വാതിൽ മുട്ടി നോക്കൂ, അപ്പൊ നിങ്ങൾക്ക് ഗുരുവിനെ കാണാമെന്ന്. നോക്കൂ എത്ര. അപ്പോ വീണ്ടും ചോദിക്കുകയാണ്, അങ്ങനെയാണ് കട്ടില് എടുത്തു കൊണ്ടുവന്നാ പോരെ? ഈ സംവാദങ്ങളൊക്കെ രാമചരിത മനസ്സിലുണ്ട്. കട്ടില് എടുത്തു കൊണ്ടാൽ മതിയായിരുന്നില്ലേ? അപ്പോ ഹനുമാൻ പറയാണ്, ഗുരു ഉണരുമ്പോ അദ്ദേഹത്തിന് വൈദ്യൻ പറയും, ഞാൻ എന്റെ സാധനങ്ങൾ മുഴുവൻ, എന്റെ ഔഷധികളും എന്റെ ശസ്ത്രങ്ങളും ഒക്കെ ഇരിക്കുന്നത് വീട്ടിലാണ്, വീടില്ലാണ്ട് എങ്ങനെ പറ്റും? മാത്രമല്ല ഹനുമാൻ ഇവിടെ ലക്ഷ്മണൻ മൂർച്ഛിതനായി കിടക്കുന്നു എന്ന് കേട്ട് തന്നെ സുഷേണനെ എവിടെയാണ്, സുഷേണനെ തടവിലാക്കിയിട്ട് ഇയാൾ എവിടെയാ നോക്കാൻ വേണ്ടിയിട്ട് രാവണന്റെ ഭൃത്യന്മാര് പോവും. അപ്പൊ വീട് തന്നെ കണ്ടില്ല, അവിടെ കണ്ടില്ലാണ്ടെങ്കിൽ എവിടെയാണ് അവര് തടവിലാക്കുക? അതുകൊണ്ടാണ് ഞാൻ എടുത്തത്തെ, രാത്രി മുഴുവൻ അവർ തെരഞ്ഞു നടക്കും. പിന്നെ ഏറ്റവും വിശിഷ്യ നമ്മള് അദ്ദേഹത്തെ പൊക്കിയെടുത്ത് കൊണ്ടുവന്നു ഉറക്കത്തില്. ഗുരുവിനും അത് ഇഷ്ടപ്പെടില്ല. ഇവിടെ എല്ലാവരും ഗുരുവിന്റെ വീട്ടിലാണ് ഇരിക്കുന്നത്, രാമനും ലക്ഷ്മണനും നമ്മളെല്ലാവരും. അപ്പൊ ഗുരുവിന്റെ വീട്ടിൽ നമ്മൾ തന്നെ പോയിട്ട് ചികിത്സ ചെയ്യുന്ന പ്രതീതിയാണ് ഇവിടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഗുരു പറയാണ്, എന്താണ് പറയുന്നത്? ഉടനടി സദ്ഗുരു. അപ്പൊ ഈ വീട് എന്ന് പറയുന്ന കൺസെപ്റ്റ് പറയുമ്പോൾ വളരെ മനോഹരമായ ഒരു ശ്ലോകമുണ്ട് രാമചരിതമാനസത്തില്. വീട് തന്നെ കൊണ്ടുവരികയാണ്. അപ്പോ നമ്മുടെ ശരീരം തന്നെ വീടാണ് എന്നാണ്. പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ശരീരം തന്നെയാണ് ഈ വീട് എന്ന് വളരെ മനോഹരമായ ഒരു ശ്ലോകമുണ്ട് തുളസിദാസിന്റെ. അതിനകത്ത് പറയുന്നത് 10 ദർവാജകളാണ്, 10 ജനലുകളാണ്, അല്ലെങ്കിൽ 10 ദ്വാരങ്ങളാണ്. ഭഗവത്ഗീത പറയുന്നത് 9 ദ്വാരങ്ങളാണ് ഉള്ള ഒരു ഓടക്കുഴൽ തന്നെയാണ് ഈ ശരീരം എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ 10 ദ്വാരങ്ങളിൽ നിന്ന് 10ാമത്തെ ദ്വാരം ഭഗവാൻ മാത്രം നമുക്ക് പ്രജ്ഞയെ തരുന്ന ശിരസ്സായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് സുബോധത്തെ തരുന്ന നമ്മുടെ അന്തരാത്മാവായിരിക്കാം ആ 10ാമത്തത്. പക്ഷെ 9 ദ്വാരങ്ങളിൽ ആദ്യം പറയാണ് 2 കണ്ണ്. അപ്പോ നമ്മള് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു AC കമ്പാർട്ട്മെന്റില് ഇരിക്കുകയാണ്, സെക്കൻഡ് AC-ല്. അപ്പൊ നമുക്ക് പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന ആളുകളെയൊക്കെ കാണാം, തിരിച്ച് അവർക്ക് നമ്മളെ കാണാൻ പറ്റില്ല. അതൊരു പ്രത്യേക തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഫിലിം ഒട്ടിച്ചിട്ടുള്ള ഗ്ലാസ് ആണ്. അതുപോലെയാണ് നമ്മുടെ നേത്രങ്ങള്. നമ്മൾക്ക് പുറത്തുള്ളതൊക്കെ കാണാൻ പറ്റും, പക്ഷേ ഉള്ളിലുള്ളതൊന്നും കാണാൻ പറ്റില്ല. ഒരു വളരെ ടെക്നിക്കുള്ള ഒരു 2 നേത്രങ്ങളാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾക്ക് ഗ്രഹിച്ചറിയാൻ വേണ്ടിയിട്ട് 2 ചെവികൾ നമുക്ക് തന്നിട്ടുണ്ട്, മറ്റ് 2 ജനലുകൾ. അങ്ങനെ ഈ ശരീരത്തെ വളരെ ജാഗരൂകമാക്കി തീർത്തിരിക്കുകയാണ്. അതുപോലെ ഒരു രസന തന്നിട്ടുണ്ട്, വായയും ഒരു രസനയും. ഇപ്പോ പലരും പറയും, ഞാൻ ഒന്നുമല്ല, എനിക്കൊന്നും ആവാൻ പറ്റിയില്ല. അപ്പോ തുളസിദാസ്ജി പറയാണ്, ഓ സ്വാമി, നിങ്ങൾ വളരെ വിശിഷ്യമായ സൃഷ്ടിയാണ്. ഒരു ചീഫ് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കണമെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള ടെസ്റ്റിങ്ങുകൾ നടക്കും. ആദ്യം കൈ കൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം തരുമ്പോൾ നിങ്ങളുടെ കൈ തന്നെ ആ ഭക്ഷണം തണുത്തതാണോ ചൂടുള്ളതാണോ എന്നൊക്കെ തൊട്ടു നോക്കും. അത് കഴിഞ്ഞാൽ അതിനെ കൊണ്ടുപോയി നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കും, ഇത് ചീഞ്ഞതാണോ അളിഞ്ഞതാണോ, അതിന്റെ ഫ്രഷ്നെസ് ഉണ്ടോ എന്നൊക്കെ കണ്ണുകൾ അറിയും. അതിനുശേഷം നാസിക അതിന് സുഗന്ധിയാണോ, നല്ല ആ ഭക്ഷണത്തിന്റെ തന്നെ ആ ഫലത്തിന്റെ തന്നെ ഗന്ധമാണോ അതിന് വരുന്നത് എന്ന് നോക്കും. അതിനുശേഷം അതിന്റെ സ്വാദ് എങ്ങനെയുള്ളത് നോക്കാൻ നിങ്ങളുടെ നാവുണ്ട്, രസനയുണ്ട്. അപ്പോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഭക്ഷണം പോലും ഒരു VIP പോലെ നമ്മുടെ ഈ ശരീരം എന്ന ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ വീട്, കുട്ടിയ എന്നാണ് പറയുന്നത് തുളസിദാസ്, ഈ കുട്ടിയയിൽ നടക്കുന്നത്. അപ്പോ ഈ കുട്ടിയയില് ഇനി എന്താണ് അതിനകത്തുള്ളത്? അദ്ദേഹം പറയുന്നത്, ഇത് ചൽത്താ ഫിർത്താ കുട്ടിയാ ഹെ.
2 കാലുകളുണ്ട്. എവിടെ വേണമെങ്കിലും ഓടിച്ചെല്ലാം, നടന്നു ചെല്ലാം, പതുക്കെ ചെല്ലാം. അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്നതാണ്, ഇതിന് കാവൽക്കാരനെ തന്നിട്ടുണ്ട്. ബുദ്ധിയാണ് കാവൽക്കാരൻ. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്ന് നിശ്ചയിക്കുന്ന ഈ ശരീരം എന്ന ഈ വീടിന് ഒരു കുട്ടിയേക്ക് ഒരു കാവൽക്കാരനെ തന്നിട്ടുണ്ട്, സുബോധം അല്ലെങ്കിൽ ബുദ്ധി എന്ന് പറഞ്ഞ്. ഇനി ഇതിനകത്ത് താമസക്കാരൻ ആരാണ്? അദ്ദേഹം പറയുന്നത് മനസ്സാണ് ഇതിനകത്ത് താമസക്കാരൻ. നിങ്ങളുടെ മൻ, അതാണ് താമസിക്കുന്നത് ഇതിനകത്ത്. ഈ മൻ ശരിയായ രീതിയിൽ ഇതിന് നടക്കണമെങ്കിൽ ഇതിന് വേലക്കാര് വേണം. ആരാണ്? പഞ്ചേന്ദ്രിയങ്ങള് നിങ്ങളുടെ വേലക്കാരാണ്. അവര് വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ചെയ്യിപ്പിക്കും. അങ്ങനെ ഇതിനകത്ത് ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ മനസ്സ് അതിനെ നിയന്ത്രിച്ച് ഈ കുട്ടിയിൽ നമ്മൾ ഈ താമസിക്കുമ്പോൾ, ശരിയായ രീതിയിൽ താമസിക്കുമ്പോൾ നമുക്ക് വാടക കൊടുക്കണം. ആ വാടക എന്താണ്? ആ വാടകയാണ് ശ്വാസം ആണ്. ഇതിന്റെ വാടക നിരന്തരമായിട്ട് നിങ്ങൾ ശ്വസിച്ചുകൊണ്ടിരിക്കണം. ആ ശ്വാസം നിന്നു കഴിഞ്ഞാൽ വീട് കാലിയായി, പിന്നെ ഒന്നുമില്ല എന്നാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. അപ്പോ ഇങ്ങനെയുള്ള ഈ വീട്ടിനോട് കൂടിയിട്ടാണ് അദ്ദേഹം എടുത്തുകൊണ്ടുവരുന്നത്. ആരെ? അപ്പൊ വീടല്ല, അദ്ദേഹത്തിനെ തന്നെ കൊണ്ടുവന്നു എന്നുള്ള പരാർത്ഥം പോലും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് തുളസിദാസ്ജി സൂചിപ്പിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ചികിത്സിക്കാൻ വേണ്ടി ആദ്യം പറയുന്നത് എന്താണ്? സഞ്ജീവനി കൊണ്ടുവരൂ. ഇതുകൊണ്ടൊന്നും നടക്കില്ല, നിങ്ങളെ സഞ്ജീവനി കൊണ്ടുവരാൻ പോണം. അപ്പൊ എവിടെയാണ് സഞ്ജീവനി എന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ വേദങ്ങളുടെ അഗ്രഭാഗത്ത് ഉത്തരഭാഗത്തിരിക്കുന്ന പർവ്വത സാനുക്കളിലാണ് ഈ സഞ്ജീവനി ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വേദങ്ങൾ എന്ന് ശരിയായ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ 4 വേദങ്ങളുടെയും അന്തമായി ഉത്തരഭാഗത്തിരിക്കുന്ന അല്ലെങ്കിൽ അവസാന ഭാഗത്തിരിക്കുന്ന വേദാന്തങ്ങൾ തന്നെയാണ് സഞ്ജീവനി. അത് നേരെ പഠിച്ചോളൂ, നേരെ എടുത്തോളൂ, അത് സഞ്ജീവനിക്ക് തുല്യമാണ് വേദാന്തങ്ങള് അല്ലെങ്കിൽ ഉപനിഷത്ത് വാക്യങ്ങള് എന്നുള്ളൊരു സൂചന കൂടി ഇവിടെ തരുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹം പെട്ടെന്ന് പോകുന്നു അവിടെ. ഇപ്പോ ഓരോ സ്ഥലത്തും അതിൻ്റെതായിട്ടുള്ള ചില കാലിക വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഓരോ രാമായണങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ കുറച്ചൊക്കെ ഇപ്പോൾ തുഞ്ചത്തെഴുത്തിന്റെ രാമായണത്തിലെ കാലനേമിയുണ്ട്. പക്ഷേ വാൽമീകി രാമായണത്തിൽ നമുക്ക് കാലനേമി മൃതസഞ്ജീവനി പോകുമ്പോൾ മാർഗവിഘ്നം നടത്തുന്ന രംഗമൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ബാക്കി എല്ലാ രാമായണങ്ങളിലും അത് നമുക്ക് കാണാൻ പറ്റും. തുളസിദാസിന്റെ രാമായണത്തിലും അതുപോലെ തന്നെ ഇവിടെയും. അങ്ങനെ ഇദ്ദേഹം ഈ സഞ്ജീവനിക്ക് വേണ്ടി പോകുമ്പോൾ അവിടെ ചെന്നതിന് ശേഷം പിന്നെ വീണ്ടും എന്താണ് പറഞ്ഞത്? നമ്മള് കാമത്തിന്റെ ബാണത്താൽ പ്രജ്ഞയേറ്റ വാസനയുടെ 2 പേര് ഇവിടെ മൂർച്ഛിതനാവുന്നുണ്ട്. എവിടെ മൂർച്ഛിതനാവുന്നത്? ഈ മുഴുവൻ സഞ്ജീവനിയുള്ള ഈ മലയും എടുത്തിട്ട് ഇദ്ദേഹം പോകുമ്പോൾ ഹനുമാന് പോലും വഴിതെറ്റി എന്നാണ് തുളസിദാസ് പറയുന്നത്. വഴിതെറ്റിയിട്ട് ഇയാൾ പോകുന്നത് ഏത് കൂടെയാണ്? അയോധ്യയിലൂടെ. ശരിക്കും വന്നത് ആ വഴിയിലൂടെ ആയിരുന്നില്ല. അങ്ങനെ അയോധ്യയുടെ മുകളിൽ കൂടെ പോകുന്ന ഹനുമാനെ വലിയൊരു പർവ്വതം താങ്ങിയിട്ട് ഒരു രാക്ഷസനാണെന്ന് പോകുന്നെന്ന് തോന്നി നന്ദിഗ്രാമത്തിലിരിക്കുന്ന രാമന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ഭരതൻ കാണുകയാണ് അയോധ്യയെ നശിപ്പിക്കാൻ ഒരു രാക്ഷസൻ വരുന്നു എന്ന് കരുതി അദ്ദേഹം ത്രികോണം ആണ് ലക്ഷ്യം ബാണത്തിന്റെ എന്നാ പറയുന്നത്. ലക്ഷ്യം ഇല്ലാത്തൊരു ബാണമാണ് തൊടുക്കുന്നത്. ലക്ഷ്യം ദൈവം കൊടുക്കും, ഞാൻ കൽപ്പിതനല്ല അതിന് എന്ന് പറഞ്ഞൊരു ബാണം അയക്കുകയാണ്. അങ്ങനെ ഈ പർവ്വതം കൊണ്ട് പോകുന്ന ഈ ഹനുമാൻ അയോധ്യയിൽ വീഴുകയാണ്. ഇത് രാമചരിതമാനസത്തില് വളരെ കൃത്യമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ വളരെയധികം ഇപ്പൊ 2 പേര് മൂർച്ഛിച്ചു കിടക്കുകയാണ്. ഒരാള് പിന്നെ ഇന്ദ്രജിത്തിന്റെ കാമവാസനകളാൽ ഉള്ള എന്താ പറയുക, കാമത്തിന്റെ ബാണത്താൽ പ്രജ്ഞയേറ്റാൽ എവിടെയാണ് വീഴുന്നത്? വാസനയുടെ ഭൂമിയിൽ. വാസനയുടെ ഭൂമിയാണ് ഏത്? ലങ്ക. അതേ സമയത്ത് സാധകൻ പ്രേമമാകുന്ന ബാണത്താൽ, ഭരതന്റെ ബാണം പ്രേമമാണ്. ഭരതൻ ഇവിടെ ഉപാസനയുടെ ഭൂമിയിലാണ് വീഴുന്നത്. രാമചന്ദ്ര ഭഗവാന്റെ തന്നെ ഭൂമിയായിട്ടുള്ള അയോധ്യ ഉപാസനയുടെ ഭൂമിയാണ്. അതേസമയത്ത് കാമനയുടെ ഭൂമിയാണ് എന്ത്? ലങ്ക. അതാണ് രാമചരിതമാനസത്തിൽ പറയുന്നത്. അപ്പൊ 2 പേര് വീഴുന്ന രംഗങ്ങള് വളരെ പണ്ഡിതന്മാര് വിവരിക്കുമ്പോൾ ഇതാണ് പറയുന്നത്. അപ്പൊ ഒരേ സമയത്ത് 2 പേരെ നമുക്ക് മൂർച്ഛിതരായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഹനുമാൻ വീഴുമ്പോ രാമ 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 എന്ന് ജപിച്ചുകൊണ്ട് വീണിട്ടാണ് മൂർച്ഛിതനാവുന്നത്. ഭരതൻ ഉടനടി ഓടിച്ചെല്ലുന്നു. അദ്ദേഹത്തെ തഴുകുന്നു. ഭഗവാന്റെ പേരെടുത്തിട്ട് പറയാണ്, എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. വേഗം ഇദ്ദേഹം ഉയർത്തെഴുന്നേൽക്കട്ടെ, അല്ലെങ്കിൽ ബോധം തെളിഞ്ഞ് എഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥിക്കുമ്പോൾ പലർക്കും ഇത് ഒരു സംശയം ഉണ്ടാവും. അപ്പൊ ഇത് അമ്പ ഇത് വീഴ്ത്തി കഴിഞ്ഞപ്പോ ഈ
എന്താ പറയുക, പർവ്വതം പോലെ മനസ്സിൽ എന്താ പറയുക ഈ ചിന്തകന്മാരുടെയൊക്കെ അല്ലെങ്കിൽ വായനക്കാരുടെയൊക്കെ ഉണ്ടാവും. അത് വീണപ്പോ എവിടെയാണ് ഈ പർവ്വതം വീണത്, ഹിമാലയത്തിന്റെ സാനുക്കൾ എവിടെയാണ് വീണത്, അത് അയോധ്യ നശിപ്പിച്ചോ ഇല്ലയേ എന്നുള്ളതിന് ഗീതാവലിയിൽ വളരെ മനോഹരമായിട്ട് അതിന് ഉത്തരം കൊടുത്തിട്ടുണ്ട് തുളസിദാസ്. അത് പവനൻ വന്നിട്ട് ആ പർവ്വതത്തെ താങ്ങി നിർത്തുന്നു, അത് അയോധ്യയിൽ വീഴുന്നില്ല എന്ന്. അപ്പൊ നിങ്ങളൊന്നും പേടിക്കണ്ട, അത് അമ്പ ചെയ്തിട്ട് അത് വീണിട്ടില്ല. അങ്ങനെ ഈ പ്രജ്ഞയായിട്ട് അദ്ദേഹം രാമന്റെ നാമം ജപിച്ച് തീർത്ഥം തളിക്കുമ്പോൾ ജാഗരൂകനായി മാറുകയാണ്. ആര്? ഹനുമൽ സ്വാമി. അങ്ങനെ ഹനുമൽ സ്വാമി വീണ്ടും ഇതെടുത്ത് പോവാണ്. അപ്പോ സംസാര സാഗരത്തിലാണ് ഇപ്പോ എന്ത് നിൽക്കുന്നത്, ലങ്ക നിൽക്കുന്നത്. സരയൂന്റെ തീരത്താണ് അയോധ്യ. അപ്പൊ വീണ്ടും ഒരു ഉപമ കൂടിയുണ്ട് അവിടെ. അപ്പൊ നമ്മൾ ഇങ്ങനെ വീഴുമ്പോ സാധകനാണ്, കാമനയുടെ അല്ല ബാണമെങ്കിൽ സരയൂന്റെ തീരത്ത്, അമൃത തുല്യമായ സരയൂ നദിയുടെ തീരത്താണ് അയോധ്യ, അവിടെ വീഴുള്ളൂ. അല്ലെങ്കിൽ സംസാര സാഗരത്തിലാണ് വീഴുക, അതിന്റെ നടുക്കാണ് ലങ്ക എന്നുള്ള ഒരു ധ്വനി കൂടി ഈ ശ്ലോകത്തിലുണ്ട്. അങ്ങനെ ലായ സജീവൻ ലഖന ജിയായേ. അങ്ങനെ അദ്ദേഹം ഭരതനും ഇദ്ദേഹത്തെ ഭരതൻ കാണുന്നു, ഭരതൻ തൊഴുകുന്നു. ആരെ? ഹനുമാനെ. പോകുന്നതിന് മുന്നേ ഭരതൻ ആലിംഗനം ചെയ്യുന്നു ഹനുമാനെ. ഒന്നും സംസാരിക്കുന്നില്ല. കാരണം ഹനുമാൻ എപ്പോഴും വളരെയധികം ഞാൻ ഇവിടുന്നാ വരുന്നത്, രാമനവിടെ, ലക്ഷ്മണൻ മൂർച്ഛിതനാണ്, ഇങ്ങനെയുള്ള ഒരു സ്റ്റോറിയും ഹനുമാൻ പറയുന്നില്ല. ഹനുമാൻ വേഗം തൊഴുകുന്നു, അതെടുക്കുന്നു, പോകുന്നു. ഭരതനും രാമന്റെ നാമം ജപിക്കുന്നു, ഒന്നും ചോദിക്കുന്നില്ല. അങ്ങനെ ഈ ഭരതനെ ആലിംഗനം ചെയ്ത്, അപ്പൊ വരുമ്പോ ആരായിരുന്നു മനസ്സില്? ശ്രീരാമചന്ദ്രനായിരുന്നു. പോകുമ്പോ ഒരാളും കൂടി മനസ്സിനകത്ത്. അതാണ് അടുത്ത ശ്ലോകം. രഘുപതി കീനി ബഹുത് ബടായി തുമ മമ പ്രിയ ഭരത ഹി സമഭായി. അപ്പോ ലായ സജീവന് ലഖനജിയായ ശ്രീ രഘുവീർ ഹരഷിയൂരിലായ. അപ്പോ ഇവിടെ വളരെ അധികം രസകരമായ ഒരു കാര്യമുണ്ട് ഈ 11ാമത്തെ ശ്ലോകത്തില്. അങ്ങനെ ഈ ലക്ഷ്മണൻ വീണ്ടും ഉയർത്തെഴുന്ന അല്ലെങ്കിൽ എന്താ പറയുക ബോധം മാറി എണീറ്റപ്പോൾ വളരെ സന്തോഷവാനായി. ആര്? രഘുവീർ എന്താ ചെയ്തത്? ശ്രീരാമചന്ദ്ര ഭഗവാൻ വളരെയധികം ഹർഷോന്മാദത്തോടു കൂടി ഇദ്ദേഹത്തെ ആലിംഗനം ചെയ്യാണ്. അപ്പൊ ആദ്യം ആലിംഗനം ചെയ്തിട്ട് മതിയാവുന്നില്ല അത്രേ അദ്ദേഹത്തിന്, ഹനുമാനെ. അപ്പൊ ഒന്നും കൂടി ആലിംഗനം ചെയ്യാണ്, ഹർഷോന്മാദത്തോടുകൂടി വീണ്ടും ആലിംഗനം ചെയ്യുക. എന്നിട്ട് ചോദിക്കുകയാണ്, ഹനുമാൻ, എനിക്ക് നിന്നെ ആലിംഗനം ചെയ്യുമ്പോ ഹനുമാനാണെന്ന് തോന്നുന്നില്ലല്ലോ എനിക്ക് എന്ന്. അത് കേൾക്കുമ്പോൾ ഹനുമാൻ തോന്നുകയാണ്, എനിക്ക് അങ്ങനെ, ഞാൻ എങ്ങനെ പറയാനാണ്, ഞാൻ ഹനുമാൻ തന്നെയാണല്ലോ, അങ്ങയുടെ ദാസനായ ഹനുമാനാണല്ലോ. അല്ല, എനിക്ക് എൻ്റെ പ്രിയ അനുജൻ ഭരതനെ ആലിംഗനം ചെയ്ത ഒരു പ്രതീതിയാണ് വരുന്നത് എന്ന് വെച്ചാൽ വീണ്ടും ആലിംഗനം ചെയ്യാണ്. രാമചരിതമാനസത്തിൽ ആ ശ്ലോകമുണ്ട്. അപ്പോ രഘുവീർ ഹർഷിയൂരിലായേ രഘുപതി കീനി ബഹുത് ബടായി. അത് കഴിഞ്ഞ് ഈ 2 ശ്ലോകങ്ങൾ കൂട്ടി വായിക്കണം. രഘുപതി കീനി ബഹുത് ബടായി തുമ മമ പ്രിയ ഭരത ഹി സമഭായി. നിന്നെ ആലിംഗനം ചെയ്യുമ്പോ നീ ഭരതനെ കണ്ടുവോ എപ്പോഴെങ്കിലും എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറയാണ്, ഞാൻ വരുന്ന വഴിക്ക് ഭരതനെ കണ്ടു. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും കാരുണ്യാർദ്രമായിട്ടുള്ള നയനങ്ങളാണ്, പ്രേമമുള്ള ഭാവമാണ് അദ്ദേഹത്തിനെ എനിക്ക് മനസ്സിന്ന് മാറ്റാൻ കഴിയുന്നില്ല, ഞാൻ മനസ്സിൽ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ രാമൻ വീണ്ടും ആലിംഗനം ചെയ്യാണ്, തുമ്മ മമ പ്രിയ ഭരത ഹി സമഭായി എന്ന് പറഞ്ഞ്. ഇവിടെ പലപ്പോഴും വായിക്കുന്നവർക്ക് തോന്നും ലക്ഷ്മണൻ മൂർച്ഛിതനായി കിടക്കുന്നു, ലക്ഷ്മണൻ എണീറ്റു, എന്റെ പ്രിയ ഭായി ലക്ഷ്മണൻ നല്ല അടുത്ത് നിൽക്കുമ്പോൾ പറയേണ്ടത് എന്നൊക്കെ ഈ ചിന്തകന്മാര് അല്ലെങ്കിൽ വായനക്കാരുടെ മനസ്സിൽ ഈ കലുഷിത ബുദ്ധി വരും. പക്ഷേ നിങ്ങൾ രാമചരിതമാനസം വായിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് ഭരത ഹി സമഭായി എന്ന്. ആ ആലിംഗനം ചെയ്യുമ്പോൾ 11ാമത്തെ ശ്ലോകത്തില് രഘുവീർ ഹർഷിയൂരിലായേ ഹർഷാത്മാദത്തോടു കൂടി ആലിംഗനം ചെയ്യുമ്പോൾ ഭരതനെ കെട്ടിപ്പിടിച്ച പ്രതീതിയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. കാരണം രാമചരിതമാനസത്തില് ഈ അയോധ്യയിൽ വീണ അമ്പേറ്റ് വീണ ഹനുമാനെ ഭരതനെ കൂടി മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടാണ് വീണ്ടും തിരിച്ചു വരുന്നത്. ഇവിടെ മറ്റൊരു സന്ദർഭം കൂടി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുകയാണ് ഞാൻ. ഈ സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്ദിഗ്രാമത്തിലെ 14 വർഷം കഴിഞ്ഞാൽ ഉടനടി തിരിച്ചെത്താം ആ ദിവസത്തില് എന്നാണ് വാക്ക് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പ്രാണത്യാഗം ചെയ്യും എന്നാണ് ഭരതൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോ അന്നേ ദിവസം എത്താൻ വേണ്ടി അന്ന് തന്നെ എത്തിയതിനു ശേഷം ഞാൻ വരുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ഹനുമാനെയാണ് ഭരതന്റെ അടുത്തേക്ക് ആരയക്കുന്നത്? ശ്രീരാമചന്ദ്ര ഭഗവാൻ. അങ്ങനെ ഭരതന്റെ അടുത്തേക്ക് അയക്കുമ്പോൾ ഭരതൻ ഒരു വിപ്രനായിട്ട് ആണ് പോകുന്നത്. ഒരു മനുഷ്യ രൂപത്തിലുള്ള ഒരു ബ്രാഹ്മണന്റെ രൂപം എടുത്തിട്ടാണ് പോകുന്നത് ഹനുമാൻ. അങ്ങനെ ചെന്ന് ഹനുമാനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഭരതൻ ചോദിക്കുകയാണത്രേ,
ആരാണ് താങ്കള്? അപ്പൊ ഞാൻ ഹനുമാനാണ്, എനിക്ക് ഹനുമാനാണെന്ന് തോന്നുന്നില്ലല്ലോ ഇദ്ദേഹത്തെ കണ്ടിട്ട് എന്ന് പറയാണ്. അപ്പോ ഹനുമാനാണെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹനുമാൻ തന്നെയാണ്, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇതിനു മുന്നേയും എന്ന് പറയുമ്പോൾ പറയാണ്, എനിക്ക് എൻ്റെ ശ്രീരാമചന്ദ്ര ഭഗവാനെ കണ്ട പ്രതീതിയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, ഭരതൻ ഭക്തനാണ്, ഭക്തനെ ഭഗവാന്റെ അടുത്ത് എത്തിക്കും ഹനുമാൻ തന്റെ ഹൃദയത്തിലേറ്റിയിട്ട്. അതുപോലെ തന്നെ ഭഗവാനെ ഭക്തന്റെ അടുത്ത് എത്തിക്കും. ഇത്രയും വലിയ പുണ്യം ചെയ്യുന്ന, നിങ്ങൾ എന്താ പറയാ, നമ്മള് ഇതൊക്കെ കേൾക്കുമ്പോൾ രോമാഞ്ചം വരും നമുക്ക്. ഭക്തനെ ഭഗവാന്റെ അടുത്ത് എത്തിക്കുന്ന ഒരു രംഗവും ഭഗവാനെ ഭക്തന്റെ അടുത്ത് എത്തിക്കുന്ന ഒരു രംഗവും നമുക്ക് കാണിച്ചു തരികയാണ് ഇവിടെ. അത് എന്താ പറയാ, നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി, സന്തോഷാശ്രുക്കളോട് കൂടിയിട്ടാണ് ഇത് നമുക്ക് കാണാനും ശ്രവിക്കാനും പറ്റുള്ളൂ. അങ്ങനെയുള്ള ആ ഭരതന്റെ അടുത്ത് മനുഷ്യവേഷമായി എത്തുന്ന ഹനുമാൻ ശ്രീരാമചന്ദ്രനെ കാണിച്ചു കൊടുക്കുകയാണ് അദ്ദേഹത്തിന്. അങ്ങനെ അവിടുന്ന് നമ്മള് അതുകൊണ്ടാണ് പറയുന്നത് രഘുപതി കീനി ബഹുത്ത് ബഡായി. കീനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രശംസിച്ചു എന്നാണ്. ബഹുത്ത് കീനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കീനി എന്ന് പറഞ്ഞാൽ പ്രശംസിച്ചു, ബഹുത്ത് കീനി എന്ന് പറഞ്ഞാൽ വളരെ പ്രശംസിച്ചു, ബഡായി എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ, ബഡായി വലിയ തോതിൽ, ബഡ എന്ന് പറഞ്ഞാൽ വലുത്, ബഡായി വലിയ തോതിൽ പ്രശംസിക്കുകയാണ്. ആര്? ഇനിയുള്ള ശ്ലോകങ്ങളിൽ അദ്ദേഹം പ്രശംസിക്കുന്നതാണ്. അങ്ങനെ 2-3 പ്രാവശ്യം ആലിംഗനം ചെയ്യുന്ന ആ ശ്രീരാമചന്ദ്രനെയും ഭരതനെയും നമുക്ക് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിലോട്ട് പോവാം. സഹസ് ബദന തുമരോ ജസ് ഗാവേ, अस कही श्रीपति कंठ लगावे, सहस बदन तुमरो जस गावे. സഹസ് ബദൻ, ബദൻ എന്ന് പറഞ്ഞാൽ വദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വായ്. സഹസ് ബദൻ, സഹസ് എന്ന് പറഞ്ഞാൽ സഹസ്രം, സഹസ്രവദൻ. ആരാണത്? അനന്തൻ, 1000 നാവുള്ള അനന്തൻ. അപ്പോ 1000 നാവുള്ള അനന്തൻ തുമരോ ജസ് ഗാവേ, നിന്റെ ജസ് എന്ന് പറഞ്ഞാൽ യശ്, നിന്റെ കീർത്തി, നിന്റെ യശസ് പാടുന്നു. ആര്? സഹസ് ബദൻ, അനന്തൻ. 1000 നാവുള്ള അനന്തരെ നിനക്കാകുമോ ഭഗവാനെ വാഴ്ത്താൻ എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇവിടെ 1000 നാവുള്ള അനന്തൻ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഹനുമാന്റെ കീർത്തിയെ വാഴ്ത്തുകയാണ്. അതുപോലെ തന്നെ അസ് കഹി ശ്രീപതി കണ്ട് ലഗാവേ, ഇത് പറഞ്ഞുകൊണ്ട്, അസ് കഹി ഇത് പറഞ്ഞുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? ശ്രീപതി. നോക്കൂ, ശബ്ദം രാമചന്ദ്രൻ എന്ന് പറയുന്നില്ല, ശ്രീരാമൻ എന്ന് പറയുന്നില്ല, രഘുവീർ എന്നും പറയുന്നില്ല, ശ്രീപതി കണ്ട് ലഗാവേ. ഓരോ ശബ്ദങ്ങളും ആലോചിച്ച് നോക്കണം. സഹസ് ബദൻ, അനന്തനാഗം, ശേഷനാഗത്തിനെ പറയുമ്പോ അവിടെ രാമചന്ദ്രൻ ശ്രീനാരായണന്റെ അവതാരം തന്നെയാണ്. അവിടെ നാരായണനെ തന്നെ സൂചിപ്പിക്കണം. സഹസ്രപദന്റെ മുകളില് അനന്തശായിയായി കിടക്കുന്ന ആ നാരായണൻ തന്നെയാണ് ഇവിടെ. സീതാദേവി ലക്ഷ്മിയും ആ നാരായണനെയാണ് ഇവിടെ ശ്രീപതി, ശ്രീയോട് കൂടിയിരിക്കുന്ന ഈ പതി ആരാണ്? രാമചന്ദ്ര ഭഗവാൻ, ശ്രീ നാരായണൻ കണ്ട് ലഗാവേ, വീണ്ടും ആലിംഗനം ചെയ്യുകയാണ്. അപ്പൊ നോക്കൂ, എത്ര ഭാഗ്യവാനാണ് ഹനുമാൻ. അദ്ദേഹത്തിനെ വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്യുകയാണ്. സഹസ്രപദൻ, ഇവിടെ സഹസ്രപദൻ ആരെയാണ് ഇവിടെ അബോധാവസ്ഥയിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നത്? ലക്ഷ്മണനെ. ലക്ഷ്മണൻ ശേഷനാഗത്തിന്റെ അവതാരമാണ്. അപ്പോ ഇവിടെ ലക്ഷ്മണനും കീർത്തി പാടി എന്നുള്ള, ആദ്യം പാടുക അദ്ദേഹമാണ്, അദ്ദേഹത്തിന്റെയാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. അപ്പോ ലക്ഷ്മണൻ കീർത്തി പാടുന്നു. ഈ ഭൂമിയില് പാതാളത്തിൽ ഇരുന്നിട്ട്, അല്ലെങ്കിൽ അനന്തശായിയായിട്ടുള്ള വൈകുണ്ഠത്തിലിരുന്ന് അനന്തശായിയായിട്ടുള്ള 1000 നാവുള്ള അനന്തൻ പാടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരാണ് കെട്ടിപ്പിടിക്കുന്നത്? വീണ്ടും ശ്രീപതി കെട്ടിപ്പിടിക്കുകയാണ്. അപ്പൊ സ്വയം ലക്ഷ്മണൻ കീർത്തി പാടുന്നു, ശേഷനാഗവും ഗുണഗാനം പാടുന്നു. ഇവിടെ ലക്ഷ്മീപതി ഭഗവാൻ ശേഷനാഗത്തിന്റെ സ്മരണയുടെ കൂടെ എപ്പോഴും നാരായണ സ്മരണ കൂടി നമുക്ക് വേണം എന്നുകൂടി ഇവിടെ പറയുകയാണ്. അങ്ങനെ നമുക്ക് അടുത്ത ശ്ലോകത്തിലോട്ട് പോവാം. സനകാദിക് ബ്രഹ്മാദി മുനീസ, നാരദ സാരദ സഹിത് അഹീസ. അപ്പൊ ആരൊക്കെ പാടിയോ? ഇപ്പോ ശേഷനാഗം പാടി, അതിനുശേഷം സനകാദിക് ബ്രഹ്മാദി മുനീസ. സനകൻ, സനന്ദനൻ, സനാതനൻ, സനത് കുമാരൻ, 4
മാനസപുത്രന്മാരാണ്. സദാ കൗമാരാവസ്ഥയിലിരിക്കുന്ന, ഒരിക്കലും യൗവനവും വാർദ്ധക്യവും ഒന്നും വരാത്ത, സദാ ബാല്യാവസ്ഥയിലിരിക്കുന്ന കുമാരൻ എന്നാണ് പറയുക. സനകൻ എന്ന കുമാരൻ, സനന്ദനൻ എന്ന കുമാരൻ, സനാതനൻ എന്ന കുമാരൻ, സനൽകുമാരൻ എന്ന കുമാരൻ, ഇവരൊക്കെ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായിട്ടുള്ള 4 മഹൽ ഋഷികളാണ്. അപ്പോ ഇവിടെ നമ്മൾ ഇതിന്റെ മുന്നേ പറഞ്ഞു, ബാലരൂപിയായിട്ട് ആണ് എപ്പോഴും ഹനുമാൻ ഇരിക്കുന്നത്. ഹനുമാൻ കർത്തവ്യനിരതനായിട്ട് സംസാര സാഗരത്തിന്റെ നടുവിലാണ് ജീവിക്കുന്നത്. എന്നിട്ടും ബാലദശ ഒരിക്കലും അദ്ദേഹം വിടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സനകനും സനന്ദനും സനാതനനും സനത്കുമാരനും ഒക്കെ പാടുന്നത്, ഞങ്ങളെക്കാളും ഒക്കെ വിശിഷ്യനാണ് താങ്കൾ. കാരണം ഞങ്ങൾ ഈ സംസാര ലോകത്തിലോട്ട് പ്രവേശിക്കാൻ പോലും തയ്യാറല്ല. കാരണം എൻ്റെ എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെടും, അതുകൊണ്ട് ഞങ്ങൾ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ കുമാരന്മാരായിരിക്കുന്നത്. അതേ സമയത്ത് ഈ സംസാര ലോകത്തിലെ ഓരോ കാര്യങ്ങളും ലക്ഷ്യങ്ങളും ഇത്രയും ഗംഭീരമായി സാധിച്ചിട്ട് എല്ലാം ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ആ ഹനുമാനെ നോക്കൂ. അദ്ദേഹം കുമാരനാണ് എപ്പോഴും. അങ്ങനെ പറഞ്ഞ് അവര് പ്രാർത്ഥിച്ചു ഹനുമാനെ അനുമോദിച്ചുകൊണ്ട് കീർത്തികാരാണ്. സനകാദിക് ബ്രഹ്മാദി, ബ്രഹ്മാവും പറയുന്നത് എന്തുകൊണ്ടാണ്? ബ്രഹ്മാവ്, തുളസിദാസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഈ കഥ, അമർ സൈന്യം എന്ന് പറഞ്ഞിട്ട് മരിക്കാത്ത കുറെ രാക്ഷസന്മാരുണ്ടായിരുന്നു വരം കൊടുത്തത്. അവരെ തന്റെ വാലിൽ ചുറ്റിയിട്ട് നേരെ ശൂന്യാകാശത്തോട്ട് വിക്ഷേപിച്ചു. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കൊണ്ട് താഴത്ത് വരാത്ത രീതിയിൽ അവരെ സദാ ചുറ്റുന്ന സാറ്റലൈറ്റുകളാക്കി മാറ്റി. അപ്പോൾ ബ്രഹ്മാവിന്റെ വരദാനം ഹനുമാൻ ഒരിക്കലും എന്താ പറയുക, അവരെ കൊന്നിട്ട് ആ ബ്രഹ്മാവിന്റെ ശക്തിയെ ഒരിക്കലും അവഹേളിച്ചില്ല. അവരെ അമരന്മാരനാക്കി വെച്ചു. പക്ഷെ അവരെ ഭൂമി മുഖത്ത് തന്നെ ഉച്ചാടനം ചെയ്ത് അവരെ എന്നും ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കുന്ന അവസ്ഥയിലോട്ട് അവരെ മാറ്റി. അപ്പൊ ബ്രഹ്മാവ് പറയാണ്, എനിക്ക് മൃത്യു കൊടുക്കാതെ ഞാൻ ശക്തിയെ കൊടുത്തിരുന്ന ആളുകളെ പോലും അശക്തരാക്കിയിട്ട് പിന്നെ വിക്ഷേപിച്ച് കളഞ്ഞ ഈ ശക്തി എത്ര അപാരം എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് ഹനുമാനെ കീർത്തിക്കുകയാണ്. ഇതൊക്കെ ആരാ പറയണത്? ശ്രീരാമചന്ദ്ര ഭഗവാനാണ് പറയുന്നത്. എങ്ങനെ? തുമ്മു മമ രഘുപതി കീനി ബഹുത്ത് പടായി. രഘുപതി വീണ്ടും വീണ്ടും പ്രശംസിക്കുകയാണ്. സനകാദിക് ബ്രഹ്മാദി മുനീസ നാരദ സാരദ് സഹിത അഹിസ. നാരദനും പ്രശംസിച്ചു കൊണ്ടിരിക്കുകയാണ്. നാരദൻ പ്രശംസിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. കാരണം നാരദൻ ഏറ്റവും സംഗീത പ്രവീണനാണ് എന്നുള്ള അദ്ദേഹത്തിന് ഒരു വലിയ ഭാവമുണ്ട്. നമുക്കൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ എൻ്റെ കഴിവ് തന്നെയാണ് എന്നുള്ള ഒരു വിചാരം ഉണ്ടാവും. അപ്പൊ ഈ വിചാരം കൊണ്ട് ഇത് അത്ഭുത രാമായണം എന്ന് പറഞ്ഞ വാൽമീകിയുടെ തന്നെ സൃഷ്ടിയാണത്രേ. അത്ഭുത രാമായണം എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട്. അത്ഭുത രാമായണത്തിലെ അത്ഭുതം തന്നെയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് വായിക്കേണ്ട. അതിനകത്ത് സീതാദേവിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ഇതുണ്ട്. അത്ഭുത രാമായണത്തിൽ രാവണൻ സഹസ്രരൂപിയായിട്ട് രാക്ഷസനായി മാറുമ്പോൾ, എന്നിട്ട് രാമൻ മൂർച്ഛിതനായി മാറുമ്പോൾ അത് കാണുന്ന സീതാദേവി മഹാകാളിയായി മാറി മുഴുവൻ ലോകത്തെ ഭസ്മമാക്കുന്ന ശക്തി ആർജിച്ച് എല്ലാം നശിപ്പിച്ചിട്ട് അങ്ങനെ നിൽക്കുന്ന രൂപമുണ്ട് അതിനകത്ത് അത്ഭുത രാമായണത്തിൽ. അപ്പോ ഈ അത്ഭുത രാമായണത്തിൽ ഒരു രംഗം നമുക്ക് പറയാം, അതവിടെ നിൽക്കട്ടെ. ആ രംഗം എന്താണ്? ഈ നാരദൻ ഇങ്ങനെ വന്ന് ഹനുമാൻ ഇരിക്കുകയാണ് ഒരു പാറപ്പുറത്ത്. അവിടെ വരുന്നിട്ട് നാരദനും ഇരിക്കും. എന്നിട്ട് പറയും, നിങ്ങൾ വളരെ വലിയ ഗായകനാണല്ലോ, ഒരു പാട്ട് പാടും. അപ്പൊ ഹനുമാൻ നാരദനേക്കാളിലും വിശിഷ്ടനായിട്ടുള്ള ഒരു ഗായകനാണ് ഹനുമാൻ. ഇത് നമ്മൾ പണ്ടും നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. എല്ലാ വിദ്യകളും സകല ഗുണനിധാനം, എല്ലാ ഗുണഗണങ്ങളുമുള്ള ആളാണ് ആര്? ഹനുമാൻ ഈ നാരദൻ പാറപ്പുറത്ത് അങ്ങനെ ഈ വീണ വെക്കും. എന്നിട്ട് അങ്ങനെ നിൽക്കും, ആകാശത്ത് നിൽക്കുകയാണ് അദ്ദേഹം. അപ്പോ ഇദ്ദേഹം പാട്ട് പാടുമ്പോൾ പ്രകൃതിയെ പോലും അലിയിക്കാൻ പറ്റുന്ന വിശിഷ്ടമായ സംഗീത പാടവമാണത്രേ ആരുടെ? ഹനുമാന്റെ. ഈ പാറകൾ ഉരുകി പോവാണ്, അല്ലെങ്കിൽ അലിഞ്ഞു പോവാണ്. അങ്ങനെ ഈ പാറ അലിഞ്ഞ് ഈ പാറയുടെ ഉള്ളിലേക്ക് ഇദ്ദേഹത്തിന്റെ നാരദ വീണ ഉള്ളിൽ പോവും. ഉള്ളിൽ നാരദ വീണ പോകുമ്പോ പാട്ട് നിർത്തിയോടുകൂടി പാറ വീണ്ടും ഉറച്ചു കഴിഞ്ഞപ്പോ നാരദന്റെ വീണ എവിടെ പോയി? വീണയില്ലാത്ത നാരദനെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല, നമുക്ക് സംഭരിക്കാൻ പറ്റില്ല. അപ്പൊ നാരദന്റെ അവസ്ഥ എന്താണ്? നാരദനോട് പറയാണ്, ഇനി അങ്ങൊന്ന് പാടും, വീണ വേണമെന്നുണ്ടെങ്കിൽ പാടിയിട്ട് എടുത്തോളൂ എന്ന് പറയാണ്. നാരദൻ പഠിച്ച പണി 18 പാടി നോക്കുകയാണ്.
പക്ഷെ അദ്ദേഹത്തിന് പാറയെ അലിയിക്കാൻ പറ്റുന്നില്ല. ശിലയും അലിഞ്ഞു പോവും എന്നുള്ള ഒരു പിന്നെ ഒരു വാക്യം തന്നെയുണ്ട്. വീണ്ടും ഹനുമാനോട് പറയാണ്, ഹനുമത് സ്വാമി അങ്ങ് തന്നെ പാടൂ എന്ന് പറഞ്ഞ് അദ്ദേഹം പാട്ടുപാടി വീണ്ടും പാറയെ അലിയിച്ച് നാരദൻ വീണ എടുക്കുന്ന രംഗമുണ്ട്. അപ്പോ ഇതൊക്കെ അറിയാം. ഇതെല്ലാം കണ്ടിട്ടാണ് നാരദനും ഇങ്ങനെ പ്രശംസിച്ച് പാടിക്കൊണ്ടിരിക്കുകയാണ്. സഹിത് അഹീസ നാരദ് സാരദ്. സാരദ് എന്ന് പറഞ്ഞാൽ ശാരദാദേവി, സരസ്വതി. എല്ലാ വിദ്യകളും കൊടുത്തിരിക്കുന്ന സരസ്വതിയാണ്. സരസ്വതി ദേവി പ്രശംസിച്ച് പാടുകയാണ്. നാരദ് സാരദ്, അർത്ഥം മനസ്സിലാക്കിക്കോളൂ കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരരുത്. നാരദ് സാരദ് സഹിത് അഹീസ. അഹീസനാരാണ് ഇവിടെ? അഹികൾ എന്ന് പറഞ്ഞാൽ സർപ്പങ്ങള്. സർപ്പങ്ങളുടെ രാജാവാണ് ശേഷനാഗം. ശേഷനാഗവും പ്രശംസിച്ച് വീണ്ടും 1000 നാവുള്ള അനന്തനും പാടുകയാണ്. സനകാദിക് ബ്രഹ്മാദി മുനീസ നാരദ് സാരദ് സഹീസ അഹീസ എന്ന് പറഞ്ഞ് ഇവരൊക്കെ പാടുന്നു എന്ന് രാമചന്ദ്ര ഭഗവാൻ പറയാണ്. സഹസപദനത്തു മൊരോജസ് ഗാവേ അസുകൈ ശ്രീപതി കണ്ടിലഗാവേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും പുലരുന്നത്. സഹസപദൻ പറയുന്നു, സനകാദിക് ബ്രഹ്മാദി പറയുന്നു, നാരദൻ പറയുന്നു, സരസ്വതി ദേവി പറയുന്നു, അതുപോലെ തന്നെ അനന്തൻ പറയുന്നു. എല്ലാവരും നിന്നെ പ്രകീർത്തിച്ച് പാടുന്നു എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അദ്ദേഹം കെട്ടിപ്പിടിക്കുകയാണ്. നമുക്ക് 15ാമത്തെ ശ്ലോകത്തിലോട്ട് പോകാം. ഇന്ന് നമുക്ക് കുറച്ച് ശ്ലോകങ്ങളും കവർ ചെയ്ത് പോകണം, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോയില്ല. യമകുബേര ദിക് ബാല ജഹാത്തെ കവി കോവിദ് കഹി സഖേ കഹാത്തെ. ഇനിയും ആരൊക്കെയാണ് പറയുന്നത്? രാമചന്ദ്ര ഭഗവാൻ പറയാണ്, ജമകുബേർ. ജം എന്ന് പറഞ്ഞാൽ യമൻ, കുബേർ കുബേരൻ, ദിക്പാലകന്മാര്, കവി, ഇവരൊക്കെ ജഹാ എവിടെയാണോ അവർ നിൽക്കുന്നത് അവിടുന്ന് അവർ പ്രശംസിച്ച് പാടുകയാണ്. കവി കോവിദ് കഹി സഖേ കഹാത്തെ. ഇനിയോ കവിയെ പ്രശംസിച്ച് പാടുന്നു. കവി കോവിദ്, കവികള് കോവിദന്മാര്. കവിതകളാണ് എല്ലാവരെയും വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു ആംഗിൾ കൊടുത്ത് പാടാറുള്ളത്. വിശാരദന്മാര്, കോവിദ് എന്ന് പറഞ്ഞാൽ വിശാരദന്മാര്, വിശാരദന്മാരായ കവികളും നിരൂപകന്മാരും ഒക്കെ ഇനി എവിടെ ഇരുന്നിട്ട് എന്ത് പാടും? അവർക്കൊക്കെ നിന്നെ വാഴ്ത്താൻ പറ്റുമോ? യമൻ, കുബേരൻ, ദിക്പാലകന്മാര് ഇവരൊക്കെ ഹനുമാനെ സ്തുതിക്കുമ്പോൾ കവികൾക്കും വിശാരദന്മാർക്കും ഇതിൽ കൂടുതൽ ഇനി എന്ത് പറയാൻ പറ്റും ഇവിടെ ഇരുന്നിട്ട്? വർണ്ണനാതീതമായ മാരുതി മഹത്വം വർണ്ണിക്കാൻ ആർക്കും പറ്റില്ല എന്നുള്ള സൂചനയാണ് ഇവിടെ തരുന്നത്. വർണ്ണനാതീതമാണ് മാരുതിയുടെ മഹത്വം. അങ്ങനെ അടുത്ത ശ്ലോകം, തുമ ഉപകാര സുഗ്രീവഹിക്കീന രാമമിലായ രാജപദ്ധീന. ഇത് വളരെ അർത്ഥവത്തായിട്ടുള്ള, വളരെയധികം നമുക്ക് മനനം ചെയ്യേണ്ട ഒരു ശ്ലോകമാണ്. അതുകൊണ്ട് നമ്മൾ ആ ശ്ലോകം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം, 6ാമത്തെ ക്ലാസ്സിൽ. അപ്പൊ ഇന്ന് 15ാമത്തെ ശ്ലോകം വരെ നമ്മൾ അവസാനിപ്പിച്ചു. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ ഭഗവാന്റെ ചരണങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ സമർപ്പിക്കുകയാണ്. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യജ്ഞ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം